നീ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ജെറമ്യാ 29:11 ഹൃദയത്തിൽ ആഴത്തിൽ പദ്ധതിക്കുള്ള ഒരു വചനമല്ലേ. നിന്നെ കുറിച്ചൊരു പദ്ധതി, ഒരു നല്ല പദ്ധതി അവന്റെ മനസ്സിലുണ്ട്. അവനത് പൂർത്തിയാക്കും. ജോബ് 23 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എന്നെ കുറിച്ചുള്ള നിശ്ചയം അവൻ കൃത്യമായി നിറവേറ്റും. ഇങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. ഒരു സ്ട്രഗിളിൽ നിൽക്കായിരിക്കും, കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കായിരിക്കും, എന്ത് ചെയ്യണം എന്നറിയില്ല, അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കണം എന്നറിയില്ല, കൺമുമ്പിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ, ഒരു വെട്ടം പോലും കിട്ടുന്നില്ല. ഒന്നുകൂടെ ഈശോയെ ട്രസ്റ്റ് ചെയ്യാം. കിട്ടിയ ജോലിക്ക് വേണ്ടത്ര സാലറി ഇല്ല, ഈശോയ്ക്ക് അറിയാം. നീ ആഗ്രഹിച്ചതുപോലെ ഒന്നല്ല നിന്റെ സ്വപ്നങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാം ഒരു ചീട്ടുകൊട്ടാരെ പോലെ തകർന്നു നിൽക്കായിരിക്കും. നീ സ്നേഹിച്ച ഒരാളിപ്പോ കൂടെ ഉണ്ടാവും, നീ വിശ്വസിച്ച ഒരാൾ ചിലപ്പോൾ മാറി നിന്നിട്ടുണ്ടാകും. അപ്പന്റെ മുമ്പിൽ അമ്മയുടെ മുമ്പിൽ ഒന്ന് തലയുയർത്തി നിൽക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ്. പലരുടെയും ചോദ്യങ്ങളുടെ മുമ്പിൽ തല നാടുപോകുന്നുണ്ടാകാം, ഒത്തിരി വെള്ളകൾ നിന്റെ നേരെ ചൂടുന്നുണ്ടാകാം. പക്ഷെ ഈശോ നിന്റെ നേരെ കരം നീട്ടിടുന്നതിനെ അനുഗ്രഹിക്കാൻ ഒരു ഈ ലൈഫ് തീർന്നിട്ടില്ല, ഇതവിടെ ഒന്നും അവസാനിച്ചിട്ടില്ല. ഈ വേദനയിലോ ഈ പരാജയത്തിലോ ഒന്നും കുഞ്ഞിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല, ഒന്നും തീർന്നിട്ടില്ല. നീ തീർന്നു എന്ന് പറഞ്ഞു പോയ സമയങ്ങളിൽ ഈശോ വീണ്ടും നിനക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ട്രസ്റ്റ് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് ബിലീവ് ചെയ്യാമോ? ഈശോ എനിക്ക് വേണ്ടി അവൻ നല്ലത് ഒരുക്കിയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് താമസിച്ചിട്ടുണ്ട്, ചോദിച്ചതല്ല ചിലപ്പോൾ കിട്ടിയത്. ഈശോയെ വിശ്വാസം ചോർന്നു പോകുന്നു, കുറഞ്ഞു പോകുന്നു എന്നൊക്കെ തോന്നുന്ന സമയത്ത് കൂടെ നിൽക്കുകയാണ്. പ്രോഫറ്റിക് അനോയിന്റിങ്ങോട് കൂടി നിന്റെ കൂടെ നിൽക്കുക. 116 സങ്കീർത്തനം 10 വാക്യം, കുട്ടിയെ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞപ്പോഴും എന്റെ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു. ഈ ഒരു ചെറുപ്രായത്തില് നിന്റെ മുമ്പിൽ ദുരിതങ്ങൾ വന്നേക്കാം, ദുഃഖങ്ങൾ വന്നേക്കാം, കൺഫ്യൂഷൻസ് വന്നേക്കാം, നിന്റെ വിശ്വാസം ചോദ്യം ചെയ്യുന്ന സമയങ്ങൾ വന്നേക്കാം. പക്ഷെ നിന്റെ വിശ്വാസം നീ മുറുകെ പിടിക്കണം. പൗലോസ് തിമോത്തിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എനിക്കറിയാം. ഐ നോ ദ വൺ ഇൻ ഹൂം ഐ ഹാവ് പുട്ട് മൈ ട്രസ്റ്റ്. ആരെയും മുറുകെ പിടിച്ചിരിക്കുന്നത് എനിക്കറിയാം. ജോലി നീ വെയിറ്റ് ചെയ്യാതിരിക്കും, ഒരു ഇന്റർവ്യൂ വിളിക്കാൻ നീ വെയിറ്റ് ചെയ്യാതിരിക്കും, ഈ രാജ്യത്തേക്കൊന്ന് പോകാൻ വേണ്ടി ഒത്തിരി നാളെ ആഗ്രഹിച്ചു നിൽക്കാതിരിക്കും, നിന്റെ വിവാഹം നടന്നു കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടാകും. ഈ യൗവന പ്രായത്തില് നടന്നൊരു വിവാഹം, യുവ ദമ്പതികൾ ഒരു കുഞ്ഞിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. മുമ്പിൽ ഒരു ഉത്തരം കിട്ടുന്നില്ല. ഒന്നുകൂടി ട്രസ്റ്റ്. എന്തുവാട്ടെ അസാധ്യത ലോകം വിധി കൽപ്പിച്ചതോ നടക്കില്ലെന്ന് നീ തന്നെ എഴുതി തള്ളിയ ഒരു കാര്യം ഒറ്റത്തോടെ കൂടെ ബിലീവ് ചെയ്തു. ജീവൻ തന്നവന് ഇത് മുന്നോട്ട് നയിക്കാൻ അറിയാമെന്നും പറഞ്ഞു മുറുകെ പിടിക്കാം. ഈശോയെ ഒന്നുകൂടെ വിശ്വസിക്കാം. എസെക്കിയേൽ പിടിച്ചു, ഈശോയെ പിടിച്ചു, ദൈവത്തെ പിടിച്ചതുപോലെ, ദാനിയേൽ ദൈവത്തെ മുറുകെ പിടിച്ചതുപോലെ, യേശയ്യായും ജെറമ്യായും ഒക്കെ അവരുടെ ചെറുപ്പത്തിൽ കർത്താവിനെ മുറുകെ പിടിച്ചതുപോലെ പിന്നെ ഈ പ്രായത്തിൽ നിനക്ക് ഈശോ ഒന്നുകൂടെ മുറുകെ പിടിക്കാം. ഈ സങ്കടത്തിൽ നിന്നെ പിടിച്ചുയർത്താൻ പറ്റുന്ന കർത്താവിനെ ഒന്ന് മുറുകെ പിടിക്കാവോ? എന്റെ മനസ്സിനെ സൗഖ്യപ്പെടുന്ന കർത്താവിനെ ഒന്ന് മുറുകെ പിടിക്കാവോ? ഒരിക്കൽ കൂടി ഒരു ബിലീവ് അഗൈൻ. ഉടനിക്കും നിനക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോയെന്നും ചിന്തിച്ച സമയത്ത് പോലും, ജീവിതം മടുത്തു എന്ന് തോന്നിപ്പോയ സമയത്ത് പോലും പലതൊരു അല്പം ഈശോയിലേക്ക് തെറ്റുപിടിക്കും. എന്റെ കുടുംബത്തിലെ യുവജനങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ ഈശോയിലേക്ക് തെറ്റുപിടിക്കും. മറ്റു കാര്യം ഈശോ ആവശ്യപ്പെടുക, സുവിശേഷം ആവശ്യപ്പെടുക, ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കുക. മറ്റെന്തോ ആവട്ടെ, ജോലിയുണ്ട്, സ്വപ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, അതെല്ലാം ഈശോ തരും. അവനെ നേടിയെടുത്താൽ അവനോടൊപ്പം അവൻ തരുന്നതെല്ലാം നമുക്ക്. കർത്താവിന്റെ മുമ്പിൽ ആരും കടക്കാരായി പോകില്ല. കർത്താവിന് വില കൊടുത്തവൻ നഷ്ടതരുന്നായി പോകില്ല. കർത്താവിന് വില കൊടുത്തിട്ടുണ്ടെങ്കിൽ വില കൊടുത്തത് കർത്താവ് നിനക്ക് തരും. വിലയുള്ളത് കർത്താവ് തരും. ഈശോയെ അന്വേഷിക്കും. ഈശോ നിന്നെ അന്വേഷിച്ച് നിന്നെ അനുഗ്രഹിക്കും. ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈശോയെ എല്ലാ ജോബിലും നിന്നെ സ്നേഹിക്കും. എല്ലാ ജോബിലും എന്റെ ജീവനേക്കാൾ അപ്പുറമായിട്ട് നിന്നെ സ്നേഹിക്കാൻ, എന്റെ സ്വപ്നങ്ങളെക്കാൾ അപ്പുറമായിട്ട്, എന്നെ സ്നേഹിച്ചവർക്കും അപ്പുറമായിട്ട് നിന്നെ സ്നേഹിക്കാൻ ഒരു കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചു. എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുമക്കൾക്ക് വേണ്ടി സമയം നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപ നമ്മിലേക്ക് നിറയാൻ വേണ്ടി, നമ്മുടെ യുവജനങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിച്ചോളൂ. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി ഇത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന, ഈശോയെ ആരാധന. ഈശോ നോക്കിക്കോളും. ഈശോ തന്നെ നോക്കിക്കോളും. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോ
യേശുവിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു ജീവിതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൽ നമ്മളിങ്ങനെ ഒരു സംഭവം വായിക്കുന്നില്ലേ? ഹാഗാറിന്റെയും ഇസ്മായിലിന്റെയും ജീവിതം, ഒരു അമ്മയും കുഞ്ഞും, ഒരു യങ് മദർ, ഒരു കുഞ്ഞ്. ഇവിടെ ദൈവജനങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ രണ്ടുപേരെ ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന്. യങ് മദർ, ഹാഗാർ. അത്ര ഓർത്തിരിക്കേണ്ട ഒരു ജീവിതമൊന്നും ആരും ഇല്ലായിരിക്കും. ഒരു പാപത്തിന്റെ ഒരു മേമ്പൊടിയൊക്കെ കിടപ്പുണ്ട്, ഒരു അബദ്ധത്തിന്റെ ഒരു ഘോഷയാത്ര പിന്നാമ്പുറത്ത് കിടപ്പുണ്ട്, വിശ്വാസത്തിന്റെ ചില ചോദ്യങ്ങൾ അനുഭവം കിടപ്പുണ്ട്. അതിനേക്കാളൊക്കെ മുകളിൽ ഒരു അബാൻഡൻമെന്റ്, വിശ്വസിച്ച ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. വിശ്വസിച്ച ഒരാൾ തള്ളിപ്പറയുന്ന ഒരു വേദന ഈ ഒരു യങ് മദർ, ഈ യങ് ഗേൾ ഹാഗാർ അനുഭവിക്കുന്നുണ്ട്. അബ്രഹാം സാറായുടെ നിർബന്ധപ്രകാരം ഹാഗാറിനെ ഇറക്കി വിടുന്ന ഒറ്റയ്ക്കല്ല. പാപം എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു അനാഥത്വം ഫേസ് ചെയ്യുന്ന, സ്നേഹത്തിൽ പിറന്നൊരു കുഞ്ഞ് അനാഥത്വം മാത്രം വാങ്ങിയെടുത്തുകൊണ്ട് ഇസ്മായിൽ എന്നൊരു കുഞ്ഞ്, ആ കുഞ്ഞിനെ മൊക്കത്തെടുത്തുകൊണ്ട് ഒരു രാവിലെ ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. കഴിക്കാൻ പോലും ഒന്നുമില്ലാതെ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു മണലാരണ്യത്തിലേക്ക് ലിറ്ററലി ഈ കുഞ്ഞും അമ്മയും ഇറങ്ങിപ്പോകുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരി, ഒരു കുഞ്ഞും ബാല്യവും. നമ്മുടെ മുമ്പിൽ ഈ രണ്ടവസ്ഥയും വന്നേക്കും. പക്ഷേ വിശ്വസിച്ച ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ, സ്നേഹിച്ചവര് ഇറക്കി വിടുന്ന അവസ്ഥ. ഹാഗാർ അനുഭവിച്ചതുപോലെ പല തവണ ചിലപ്പോൾ നമ്മൾ ഇത് അനുഭവിക്കേണ്ടി വന്നേക്കാം. വിശ്വസിച്ച ആളാണ് ഇപ്പൊ തള്ളി പറയുന്നത്. നിങ്ങൾക്ക് വഴി തരാമെന്ന് പറഞ്ഞ ഒരാളാണ് അത് അടച്ചിട്ട്. നിങ്ങളുടെ മുമ്പിൽ അല്പം നേരം വെളിച്ചമായി നിന്ന ഒരാളാണ് നിങ്ങളുടെ കണ്ണിൽ ഒരു ഇരുട്ട് നിന്ന് മാറി നിൽക്കുന്നത്. ഹാഗാർ അത് അനുഭവിക്കാം. ആരുമില്ല ഈ മണലാരണ്യത്തിൽ മരണം കാത്തു കിടക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. പക്ഷേ അനുഭവിക്കേണ്ട വേദന മറ്റൊന്നാണ്. ഈ കുഞ്ഞിന്റെ മരണത്തെ കൂടെ ഫേസ് ചെയ്യുന്നത്. ഈ കുഞ്ഞനുഭവിക്കുന്ന അനാഥത്വം അതിലും വലുതാണ്. ജന്മം നൽകിയ അപ്പൻ അത് അംഗീകരിക്കുന്നില്ല, കൂടെ നിർത്തുന്നില്ല. അമ്മ മരണത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അമ്മയും കുഞ്ഞും മണലാരണ്യത്തിൽ ഒറ്റയ്ക്കാണ്. മരണം മാത്രം ഇനി മുമ്പിൽ സ്വീകരണ മുറി തുറന്നു വെച്ച് നിൽക്കുന്നുള്ളൂ. ഈ കുഞ്ഞ് മരിക്കുന്നത് കാണാനുള്ള ശക്തി, ത്രാണിയില്ലാതെ അമ്മ ഹാഗാർ ഒരു 50 ദൂരെ മാറി നിന്നിട്ട് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാണോ അതോ നിരാശയാണോ അതോ ഈ വേദനയൊന്നും താങ്ങാൻ പറ്റുന്നില്ലാത്ത രീതിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണോ? നമുക്കറിയില്ല. നമ്മുടെ ജീവിതത്തിൽ വരാം, എന്താണെന്ന് അറിയില്ല. ഇനി മുമ്പോട്ട് സ്വപ്നങ്ങളെല്ലാം തകർന്നു, വിശ്വസിച്ചവര് പറ്റിച്ചു, ഇനി എന്ത് മരണം മാത്രമേ മുമ്പിലുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഹാഗാറിന്റെ അവസ്ഥ നമ്മുടെ മുമ്പിൽ വന്നേക്കാം. ഹാഗാർ മാറി നിൽക്കുന്നുണ്ട്. കുഞ്ഞിന്റെ കരച്ചിൽ ദൈവം കേട്ടു എന്ന് വചനം പറയും. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അതിനൊരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഈ അമ്മ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കിത് വന്നേക്കാം. നമ്മൾ ചെയ്യുന്ന എല്ലാം പരാജയപ്പെട്ടു പോകും. ഒന്നിനു പുറകെ ഒന്നായിട്ട് അബദ്ധങ്ങളിലേക്ക് പോകും. ചിലപ്പോ പട്ടുകുഴിയിൽ, ഒരു മണലാരണ്യത്തിൽ എന്ന് വെച്ചാൽ സഹായിക്കുമെന്ന് കരുതിയ ആൾക്കാരെ ഒന്നും കാണുന്നില്ലാത്ത അവസ്ഥ. സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തവരൊക്കെ ചിലപ്പോൾ പറ്റിച്ച് ചില പടുകുഴിയിലേക്ക് കിടുന്ന അവസ്ഥകൾ. ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന പ്രായത്തിൽ തെറ്റായ ബന്ധങ്ങൾ അത് ബന്ധനങ്ങളായിട്ട് മാറി പോകുന്ന അവസ്ഥകൾ. പാപത്തിന്റെ വിഴുപ്പുമാരെ ചിലപ്പോൾ ചുമക്കേണ്ടി വരുന്ന യൗവനങ്ങൾ. കർത്താവ്, എനിക്കൊന്നും കാണാനോ എനിക്കൊന്നും ഫേസ് ചെയ്യാനോ ധൈര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു 50 ദൂരം മാറി തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകാം. ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്നവരങ്ങനെ മാറി നിൽക്കുന്നില്ല. കുഞ്ഞായ ഇസ്മായിൽ അനുഭവിക്കുന്ന ഒരു അനാഥത്വം ഉണ്ടല്ലോ. അപ്പൻ നോക്കേണ്ട ഒരു പ്രായത്തിൽ, അമ്മ ചേർത്ത് പിടിക്കേണ്ട ഒരു പ്രായത്തിൽ ഇവിടെ ആരുമില്ല. തണലായി നിൽക്കേണ്ടവരൊക്കെ മറഞ്ഞു നിൽക്കുകയാണ്, മാറി നിൽക്കുകയാണ്. ഓർഫൻ സിറ്റുവേഷൻ, അബാൻഡൻഡ് ലൈഫിലേക്ക് ഇസ്മായിൽ വിധിക്കപ്പെടുക. എന്ത് തെറ്റ് ചെയ്തിട്ട് നമ്മളെ ചോദിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇങ്ങനെ ഒരു വേദനിച്ച ഒരു ബാല്യം, ഇങ്ങനെ ഒരു മുറിപ്പെട്ട ഒരു ചരിത്രം ഞാൻ മറന്നു കളയാൻ ആഗ്രഹിക്കുന്ന എന്റെ കെട്ട ഓർമ്മകൾ എന്തിനിങ്ങനെ ഒരു വേദനയുടെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ എനിക്ക് തന്നു. ഇവിടെ സ്വരങ്ങളെ 100 ചോദ്യങ്ങൾക്കിടയിൽ ഒറ്റ ഉത്തരമാണ് അവൻ കേട്ടു. ആ മണലാരണ്യത്തിൽ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ ആ കരച്ചിലൊക്കെ കർത്താവ് കേൾക്കുന്നുണ്ട്. എങ്ങോട്ട് നീങ്ങണമെന്നറിയാതെ നീ വിഷമിക്കുമ്പോ, കെട്ടഴിച്ചു വിട്ടൊരു തോണി പോലെ ചിലപ്പോ ഇങ്ങനെ ആടി ഒലയുമ്പോ, അവനെ കാണുന്നുണ്ട്. അവനെ മുന്നോട്ട് നയിച്ചോ. നമുക്കൊന്ന് മുട്ടിന്മേലായിരിക്കാമോ? പ്രിയപ്പെട്ട മാതാപിതാക്കള്, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുഞ്ഞുമക്കൾ, നിങ്ങളുടെ കുടുംബത്തിലെ യുവജനങ്ങളൊക്കെ ഇന്ന് നിങ്ങളുടെ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരുടെ ശിരസിലൊന്ന് ഈ സമയത്ത് കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞുമക്കള്
ആരാധനയുടെ മുമ്പിലാണ്. മാതാപിതാക്കൾ അടുത്തൊന്ന് മുട്ടുകുത്തി വയ്ക്കുക. യുവജനങ്ങള് മാതാപിതാക്കൾ അടുത്തൊന്ന് മുട്ടുകുത്തി വയ്ക്കുക. മാതാപിതാക്കൾ നിങ്ങളുടെ അടുത്ത് കുഞ്ഞുമക്കളോ യുവജനങ്ങളോ ഒന്നും ഇല്ലെങ്കിലും വിഷമിക്കേണ്ട. അവരെവിടെയാണോ, പല ദേശങ്ങളിലായിരിക്കാം, അവർക്ക് വേണ്ടി ഈ സമയം മനസ്സിലൊന്ന് അവരെ കണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കരമൊന്ന് അല്പം ഉയർത്തിപ്പിടിച്ചേക്കാം. ഈശോ ആശീർവദിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുമക്കളിലേക്ക്, നമ്മുടെ യുവജനങ്ങളിലേക്ക് അനുഗ്രഹം നിറയട്ടെ. കുഞ്ഞുമക്കൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അവരുടെ ശിരസിൽ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങള് അത് പ്രാർത്ഥിച്ചേക്കാം അവർക്ക് വേണ്ടി. നിങ്ങളുടെ വീട്ടില് രോഗികളായിട്ടുള്ള യുവജനങ്ങളെ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ലഹരിക്ക് അടിമപ്പെട്ടു പോയവര്, തെറ്റായ വഴികളിലേക്കൊക്കെ പോയവര്, ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ഓർത്ത് നിൽക്കുന്നത്, കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയ യുവജനങ്ങളും കുഞ്ഞുമക്കൾ, ആത്മഹത്യ ചെയ്തു ചില അബദ്ധങ്ങളിലും സങ്കടങ്ങളൊക്കെ, ഈശോരെ കാണട്ടെ, ഈശോരെ കേൾക്കട്ടെ. കുഞ്ഞുമക്കളെ, ഈശോയുടെ പ്രിയപ്പെട്ട യുവജനങ്ങളെ, സഭയ്ക്ക് പ്രതീക്ഷ നിങ്ങളെയാണ്. ഈശോയ്ക്ക് സ്വപ്നം നിങ്ങളെ കുറിച്ച്. അതിനുള്ള എല്ലാ അനുഗ്രഹം ഈശോ നിങ്ങൾക്ക് തന്നെയാണ്. നീ കർത്താവിന്റെ കരവേലയാണ്. നീ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ പ്രവൃത്തികൾക്കായിട്ട് കർത്താവ് നിന്നെ സൃഷ്ടിച്ചു. തോറ്റുകൊടുക്കരുത്, നിരാശപ്പെടരുത്, കൈവിട്ട് കളയരുത്. ഈ ജീവിതം ഒരു ജീവിതം ഈശോ തന്നിട്ടുണ്ട്. അത് ഏറ്റവും അനുഗ്രഹത്തോടെ വിശുദ്ധിയോടെ ജീവിക്കുക. ഒന്നും ഇവിടെ അവസാനിച്ചിട്ടില്ല. കർത്താവ് നിനക്ക് വേണ്ടി ഇനി കരുതിയിട്ടുണ്ട്. ആ പ്രതീക്ഷ വേണം, ആ പ്രത്യാശ വേണം. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. നിങ്ങളുടെ അടുത്തുള്ള യുവജനങ്ങളുടെ മേല്, കുഞ്ഞുങ്ങളുടെ മേലേക്ക് നിങ്ങളുടെ കരങ്ങളൊന്ന് വയ്ക്കുക. വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ചേർന്നൊന്ന് സ്തുതിച്ച് കർത്താവിന്റെ ആശീർവാദം ഏറെ പ്രത്യേകമായിട്ട് നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുമക്കൾക്ക് വേണ്ടി എല്ലാം ഇത് സ്വീകരിക്കട്ടെ. സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ഈശോയെ ആരാധന.